നമസ്കാരം. വലതുപക്ഷ മാധ്യമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വയനാടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവർ ഇറക്കുന്ന വ്യാജ വാർത്തയുടെ പേരാണ് കട്ടൻ ചായയും പരിപ്പുവടയും. ഇ.പി. ജയരാജൻ ഇങ്ങനൊരു പുസ്തകം പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. ഒരു ആത്മകഥ എഴുതിയിരിക്കുന്നു. ആത്മകഥയുടെ പേരാണത്രേ കട്ടൻ ചായയും പരിപ്പുവടയും. അതിൽ പറയുന്നു, പാർട്ടിക്കെതിരെ, സർക്കാരിനെതിരെ, പാലക്കാടിലെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി സരിനെതിരെ എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന കല്ലുവെച്ച നുണ. എന്നാൽ ഈ വിഷയത്തിൽ ഇ.പിയുടെ പ്രതികരണം എന്താണ്? ഞാൻ ആരോടും എൻ്റെ ആത്മകഥ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, ആരോടും പ്രകാശനം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ എഴുതിയ പുസ്തകമല്ല. പുസ്തക പ്രകാശനം ഇന്ന് 10:30 നടക്കുമെന്ന് മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, എൻ്റെ പുസ്തകത്തിന് ഞാൻ ഇങ്ങനൊരു പേര് ഇടാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ കണ്ടു, പി ജയരാജൻ ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ പ്രകാശനം ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. എങ്ങനെയാണ് അത് പ്രകാശനം ചെയ്തത്? നിരവധി ആളുകളെയൊക്കെ വിളിച്ചു ചേർത്ത് നല്ല രീതിയിൽ പബ്ലിസിറ്റി കൊടുത്ത ശേഷമൊക്കെയാണ് അത് പ്രകാശനം ചെയ്തത്. ഇ.പി. ജയരാജൻ ഇന്ന് 10:30 ഇത്തരത്തിലൊരു പുസ്തകം പ്രകാശനം ചെയ്യും എന്ന ഒരു വ്യാജ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഇ.പി. ജയരാജനെ വിളിക്കാമല്ലോ. അവർ വിളിച്ചില്ല. എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ചോദിച്ചാൽ, പ്രചരിപ്പിക്കാൻ പോകുന്നത് വ്യാജ വാർത്തയാണെന്ന് അവർക്കറിയാം. DC ബുക്ക് അവര് ഈ പുസ്തക പ്രകാശനം ഞങ്ങൾ ഒന്ന് മാറ്റിവെക്കുന്ന ചില സാങ്കേതിക കാരണങ്ങളാൽ എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് വിട്ടിരുന്നു. ആ പോസ്റ്റിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ മാധ്യമങ്ങളൊക്കെ ഈ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത്. DC ബുക്സിനെ ഇ.പി. ജയരാജന്റെ ആത്മകഥ എഴുതാനോ അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിക്കാനോ ഏൽപ്പിച്ചിട്ടില്ല എന്ന് ഇ.പി. ജയരാജൻ പോലും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് DC ബുക്സിന്റെ അജണ്ട? DC ബുക്സ് എന്തിനാണ് ഇ.പി. ജയരാജനെതിരെ ഇങ്ങനെ ഒരു സാധനം ഇപ്പോൾ ഇ.പി. ജയരാജന്റെ പേരിൽ ഇങ്ങനെ ഒരു സംഗതി പ്രചരിപ്പിച്ചത്? അത് ഈ ഇലക്ഷന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വലിയ മുന്നേറ്റം നടത്തുമെന്ന നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള ക്ഷീണം സംഭവിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ ഒരു ഓപ്പറേഷനാണെന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും. അപ്പോൾ DC ബുക്സിനെതിരെ ഇ.പി. ജയരാജൻ നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ്. ഇതിന്റെ ചൂട് പിടിച്ച് നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ തലക്കെട്ടുകളൊക്കെ ഞാനൊന്ന് വായിക്കാൻ കേട്ടോ. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ്? വിവാദം കത്തി, ഇ.പിയുടെ പുസ്തക പ്രകാശനം നീട്ടിവെച്ച് പ്രസാധകർ, സാങ്കേതിക പ്രശ്നമെന്ന് വിശദീകരണം, കട്ടൻ ചായയും പരിപ്പുവടയും, ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം, ഇ.പി. ജയരാജൻ എന്നൊക്കെ പറഞ്ഞ് ഒരു കവർപ്പിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വ്യാജ വാർത്ത ജനങ്ങളെ മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നവർക്കൊക്കെ ശരിക്കും അവാർഡ് കൊടുക്കേണ്ടതാണ്. അങ്ങനെ വലതുപക്ഷ മാധ്യമമായിട്ടുള്ള നമ്മുടെ മനോരമയിൽ വന്ന വാർത്ത കൂടി ഞാൻ വായിക്കാം. അവരുടെ ക്യാപ്ഷൻ അതിഗംഭീരമാണ് കേട്ടോ. വീണ്ടും ഇ.പി. ബോംബ്, വോട്ടെടുപ്പ് ദിനത്തിൽ ആത്മകഥയുടെ ടീസർ, പാർട്ടിയോട് അതിർത്തി, സർക്കാരിന് വിമർശനം, സ്ഥാനാർത്ഥി അവസരവാദി എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് മനോരമയുടെ കണ്ടുപിടുത്തം. ഇനി പുറത്തു വന്ന ഭാഗങ്ങൾ എന്ന രീതിയിൽ മാധ്യമപ്രവർത്തകർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ, അതായത് അതിൽ പറഞ്ഞിട്ടുണ്ട് സർക്കാരിനെതിരെ, പാർട്ടിക്കെതിരെ, സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യങ്ങൾ എന്ന മട്ടിൽ അവർ പ്രചരിപ്പിക്കുന്ന ആ പീസ് ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് കേട്ടോ. പുറത്തു വന്ന ഉള്ളടക്കത്തിന്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് ഇവർ പ്രചരിപ്പിക്കുന്നതാണ്. ഇ.പി. പോലും അറിഞ്ഞിട്ടില്ല. ഇ.പി. എഴുതാത്ത സംഗതികൾ ഇങ്ങനെ പടച്ചു വിടുകയാണ്. തൃശൂർ ഗസ്റ്റ് ഹൗസിലും ഡൽഹിയിലും എറണാകുളത്തും ശോഭാ സുരേന്ദ്രനോടൊപ്പം BJP നേതാക്കളുമായി ചർച്ച നടത്തിയെന്നാണ് അവർ ആവർത്തിച്ചു പറയുന്നത്. ഒരു തവണ മാത്രമാണ് ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിനിടെയാണത്. അതിനു മുമ്പോ ശേഷമോ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. മകനെ എറണാകുളത്ത് വെച്ച് ഒരു വിവാഹ ചടങ്ങിനിടെ കണ്ടപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഫോൺ നമ്പർ വാങ്ങിയിരുന്നു. 1ഉം 2ഉം തവണ ശോഭ വിളിച്ചെങ്കിലും മകൻ ഫോൺ എടുത്തില്ല. മകന്റെ ഫോണിലേക്കാണ് ജാവദേക്കർ വിളിച്ചത്. അച്ഛൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അല്പം കഴിയുന്നതിന് മുമ്പ് ഫ്ലാറ്റിലെത്തി. ഈ വഴി പോയപ്പോൾ കണ്ടു കളയാമെന്ന് കരുതിയാണ് വന്നതെന്ന് പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കാണുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച എന്നാണ് പറഞ്ഞത്. 5 മിനിറ്റിൽ കൂടുതൽ കൂടിക്കാഴ്ച നീണ്ടു നിന്നില്ല. LDF കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ പ്രയാസം മറച്ചു വെക്കുന്നില്ല. പദവി നഷ്ടപ്പെട്ടതിലല്ല, പാർട്ടി മനസ്സിലാക്കാത്തതിലാണ് പ്രയാസം. അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത് കേന്ദ്ര കമ്മിറ്റിയിലാണ്. പറയാനുള്ളത് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയുടെ കാര്യവും ചർച്ചയാകും. ഡോക്ടർ പി സരിൻ തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. കിട്ടാതെയായപ്പോൾ മറുകണ്ഠം ചാടി. ശത്രുപാളയത്തിലെ വിള്ളൽ മുതലെടുക്കണമെന്നത് നേര്. സ്വതന്ത്രൻ പല ഘട്ടങ്ങളിലും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. വയ്യാവേലിയായ സന്ദർഭങ്ങളും നിരവധി. PV അൻവർ അതിലൊരു പ്രതീകമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്നാണ്
ഈ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ച് വിടുന്ന കാര്യത്തിൽ പറയുന്നത്, ഈ കള്ള എഴുത്തിൽ ചിലതൊക്കെ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? അവർക്കറിയാം പാലക്കാടിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള ഗീർവാണം അടിച്ചാലും രാഹുൽ മാങ്കൂട്ടം ഇനി ഒരു പടി പോലും മുന്നിട്ട് പോകില്ല എന്ന് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾക്കറിയാം. സരിൻ ബഹുദൂരം മുമ്പിലാണെന്നും സഖാക്കൾ കട്ടയ്ക്ക് കൂടെയുണ്ടെന്നും പാർട്ടി കട്ടയ്ക്ക് കൂടെയുണ്ടെന്നും ഒക്കെ മാധ്യമങ്ങൾക്ക് നന്നായി മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് അവരെന്താണ് ചെയ്തിരിക്കുന്നത്? അതായത് സരിൻ ഈ പറയുന്നത് പോലെ ഒരു അവസരവാദിയാണെന്ന് EP പറഞ്ഞു എന്ന മട്ടിൽ പ്രചരിപ്പിച്ചാൽ അവരുടെ അജണ്ട നടപ്പിലാക്കിയെടുക്കാൻ കഴിയും. അവിടെ അത് വലതുപക്ഷത്തിന് ഏതെങ്കിലും രീതിയിൽ ഗുണം ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്ന മട്ടിലാണ് അവർ ഇങ്ങനെ ഒന്ന് പ്രചരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പെരും കള്ളവുമായി EP പേരിൽ നമ്മുടെ മാധ്യമങ്ങൾ വന്ന് നമ്മൾ കണ്ടതാണ്. പോളിംഗ് ബൂത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് മാധ്യമങ്ങളിലൊക്കെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത്. EP ജയരാജൻ BJPയുമായി ചർച്ച നടത്തി. അതായത് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയമാണ് സംസാരിച്ച് അദ്ദേഹം ഇപ്പോൾ BJPയിലേക്ക് പോകും, കണ്ടോ CPMന്റെയും BJPയുടെയും ബന്ധം കണ്ടോ, അവരൊക്കെ ചങ്ങായിമാരാണ് എന്ന രീതിയിലൊക്കെയാണ് മാധ്യമങ്ങൾ അങ്ങനെ രാവിലെ മുതൽ തട്ടിവിട്ടത്. പോളിംഗ് ബൂത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പാണ് ജനങ്ങൾ ഇത് കാണുന്നത്. അതായത് LDFന് നല്ല രീതിയിൽ നല്ല അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ ജനങ്ങൾ ആകെ തെറ്റിദ്ധരിക്കപ്പെട്ടു. പോളിംഗ് ബൂത്തിൽ പോയ അവർ ആർക്ക് വോട്ട് ചെയ്തു? UDFന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ മാധ്യമങ്ങളുടെ അജണ്ട വിജയിച്ചു. EP പേരിൽ അവർ ആ ഇലക്ഷന്റെ പോളിംഗ് തീരുന്നത് വരെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അത് പച്ച കള്ളമാണെന്ന് പറഞ്ഞ് യഥാർത്ഥ സംഭവം വെളിപ്പെടുത്തി EP ജയരാജൻ രംഗത്തേക്ക് വന്നപ്പോഴും അത് വളരെ പ്രാധാന്യത്തോടെ ഒരു മാധ്യമം പോലും അത് ടെലികാസ്റ്റ് ചെയ്തില്ല. അതിനുശേഷം EP ജയരാജന്റെ വേഷം കൊടുത്തു. എപ്പോഴാണ്? വോട്ടെല്ലാം പെട്ടിയിലായ ശേഷം. ഇപ്പതാ അതേ കള്ള നാണയവുമായി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ അനുകൂലമായ ട്രെൻഡാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. സംഘപരിവാറിനെതിരെ BJPക്കെതിരെ അതിശക്തമായി പോരാടാൻ കഴിവുള്ള ഒരേ ഒരു പാർട്ടി അത് LDF ആണ്, അത് CPM ആണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ, ജനങ്ങൾ ആ പാർട്ടിക്കൊപ്പം നിൽക്കുന്നുവെന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായപ്പോൾ, അല്ല അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയാണ്. കോൺഗ്രസിന്റെ മതേതര മുഖം നഷ്ടപ്പെട്ടു, കോൺഗ്രസിന് സംഘപരിവാർ മുഖം വന്നു എന്നൊക്കെ കോൺഗ്രസിനകത്തുള്ള ആളുകൾ തന്നെ പറയുമ്പോൾ, ആ ആളുകളെയൊക്കെ ഈ പറയുന്നത് പോലെ മറ്റൊരു രീതിയിൽ ആക്രമിച്ചുകൊണ്ട് അവർ പറയുന്ന രാഷ്ട്രീയം, അവർ തുറന്നു കാട്ടിയ വസ്തുതകൾ അതൊക്കെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് മാധ്യമങ്ങൾ ഇങ്ങനെ കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ പാലക്കാടിലേക്ക് സ്ഥിതി അതിദയനീയമാണ് കോൺഗ്രസിൻ്റെത്. കോൺഗ്രസിൽ നിന്ന് ഓരോ ദിവസവും പ്രാദേശിക നേതാക്കൾ ഇറങ്ങിപ്പോകുന്നു. ഡോക്ടർ പി സരിന് വേണ്ടി വോട്ട് പിടിക്കുന്നു, ഡോക്ടർ പി സരിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നു, പ്രചാരണം നടത്തുന്നു. ഇതൊക്കെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ ജയിപ്പിക്കാൻ പഠിച്ച പണി 18 ഇവർ നോക്കി. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയിൽ ഒരു രോമം പോലും അനക്കാൻ കഴിയില്ല എന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ കാടടച്ച് വെടിവെച്ചേക്കാം എന്ന് കരുതിയാണ് ഇപ്പോൾ ഇങ്ങനെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ ഇക്കുറി വലിയ രീതിയിലുള്ള ഇടിവ് അവിടെ കോൺഗ്രസിന് സംഭവിക്കും എന്ന വസ്തുത മനസ്സിലായപ്പോൾ പുതിയ ഗിമ്മിക്ക് നമ്പറായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇത്രയെങ്കിലുമൊക്കെ ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ് മാപ്പറുകളോട്. ഇന്ന് സരിനോട് ഈ വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജയ്ഹിന്ദ് ചാനലിന്റെ പ്രോ വേർഷൻ ഉണ്ടല്ലോ, 24x7 മലയാളം. അതിൽ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, EP ജയരാജൻ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, സരിനെതിരെ സംസാരിച്ചിട്ടുണ്ടല്ലോ, എന്താണ് പറയാനുള്ളത്? വളരെ മനോഹരമായി അദ്ദേഹം അതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അത് നിഷേധിച്ചു എന്നാണല്ലോ കേട്ടതെന്ന്. നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നും ഇല്ലെന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി, ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ മാധ്യമങ്ങൾ ഒരു PR ഏജൻസിയായി മാറിയിരിക്കുന്നു എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ലോ മാധ്യമങ്ങൾ ഇത്തരത്തിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നതാണ്. മുഖ്യമന്ത്രി പറയാത്തൊന്ന് ദ ഹിന്ദു ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. മലപ്പുറത്തിനെതിരെ ഒരു വർഗീയ പരാമർശം മുഖ്യമന്ത്രി നടത്തിയെന്ന് പറഞ്ഞ് ദ ഹിന്ദു ദിനപത്രത്തിൽ ഒരു വ്യാജ ഇന്റർവ്യൂ അടിച്ചു വന്നതും അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നപ്പോൾ മാപ്പ് പറഞ്ഞുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ദ ഹിന്ദു ദിനപത്രം രംഗത്തേക്ക് വന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ ഇന്നും ഈ പറയുന്ന ആ ദ ഹിന്ദു പത്രത്തിൽ വന്ന ആ പീസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾ ഈ വോട്ട് അഭ്യർത്ഥിക്കുന്ന സമയത്തൊക്കെ ഇറങ്ങി നടന്ന് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് ആദ്യം ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുക. ആ വ്യാജ വാർത്ത ഇവർക്ക് വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള സ്പേസ് മാധ്യമങ്ങൾ ഒപ്പിച്ചു കൊടുക്കുന്നതാണ്. അതിനുശേഷം എത്ര സത്യങ്ങൾ പുറത്തു വന്നാലും ആ സത്യങ്ങൾ
അതായത് അവരുടെ ഓപ്പറേഷൻ സക്സസ് ആവുന്നത് വരെ പുറത്തു വിടാതിരിക്കുക. അതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ കോലീബിക്ക് വേണ്ടി പണിയെടുക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ നടത്തുന്ന ഈ അധാർമിക മാധ്യമ പ്രവർത്തനം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ അതായത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടോ വികസനം പറഞ്ഞുകൊണ്ടോ ഇനി ഒരു കാലത്തും കോലീബി സഖ്യത്തിന് ഇവിടെ വേരുറപ്പിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ നേരിൻ്റെ ഒപ്പം നിൽക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, 2 വട്ടം ആവർത്തിച്ച ഭരണം കിട്ടിയപ്പോൾ പുതുചരിത്രങ്ങൾ രചിച്ച ഒരു സർക്കാരിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. ഈ നാടിനെ തകർക്കാൻ ഇറങ്ങുന്ന വർഗീയവാദികൾക്കെതിരെ, അത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകൾക്കെതിരെയൊക്കെ അതിശക്തമായി പോരാടാൻ കഴിയുന്ന ഒരു മുന്നണിയെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മാധ്യമങ്ങളെ നിങ്ങൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്.